വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വണക്കമാസം 6-ാം ദിവസം. മിശിഹായുടെ വളർത്തുപിതാവ്. മനുഷ്യനായി അവതരിച്ച ദൈവകുമാരൻ്റെ വളർത്തുപിതാവ് എന്നുള്ള മഹനീയ സ്ഥാനം വിശുദ്ധ യൗസേപ്പ് സമലങ്കരിക്കുന്നു. അക്കാരണത്താൽ മാർ യൗസേപ്പ് പിതാവായ ദൈവത്തോട് സദൃശനാണ്. ഈശോ മിശിഹ ദൈവവും മനുഷ്യനുമാണ്. ദൈവം അവിടുത്തെ ദിവ്യസുതൻ്റെ വളർത്തുപിതാവ് എന്ന മഹോന്നത സ്ഥാനത്തിന് അർഹനായി തിരഞ്ഞെടുത്തത് വിശുദ്ധ യൗസേപ്പ് പിതാവിനെയാണെന്നുള്ളത് എത്ര അത്ഭുതാവഹമാണ്. വിശുദ്ധ യൗസേപ്പ് ഈശോ മിശിഹായുടെ ജനയിതാവല്ല, എങ്കിലും പിതാവിന് തുല്യമായ ഒരു സ്ഥാനം അദ്ദേഹം വഹിച്ചിരുന്നു. ദൈവകുമാരൻ്റെ ശാരീരികമായ സംരക്ഷണത്തിലും ശിക്ഷണത്തിലും പരിലാളനയിലും വിശുദ്ധ യൗസേപ്പിന് ഒരു പങ്ക് വഹിക്കുവാനുണ്ടായിരുന്നു. ഉണ്ണി മിശിഹായുടെ ജീവൻ അപകടത്തിലായ അവസരങ്ങളിലെല്ലാം വിശുദ്ധ യൗസേപ്പ് അതീവ തീഷ്ണതയോടും ധൈര്യത്തോടും വിവേകത്തോടും കൂടി പ്രവർത്തിച്ച് അപകടത്തിൽ നിന്നും രക്ഷിക്കുന്നു. ദിവ്യശിശുവിൻ്റെ ബാല്യകാല ശിക്ഷണത്തിൽ സാധാരണ പിതാക്കന്മാരെ പോലെ വിശുദ്ധ യൗസേപ്പ് ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. ദിവ്യകുമാരനെ അനേകം പ്രാവശ്യം സ്വകരങ്ങളിൽ എടുക്കുകയും സ്നേഹപൂർവ്വം ചുംബിക്കുകയും പിതൃവാത്സല്യത്തോടെ അവിടുത്തെ ലാളിക്കുകയും ചെയ്തിരുന്നപ്പോഴെല്ലാം വിശുദ്ധ യൗസേപ്പിന് അപാരമായ സന്തോഷം ഉളവായി. കൂടാതെ അത് അദ്ദേഹത്തിന് അതുല്യമായ വിശുദ്ധിക്ക് കാരണമായി ഭവിച്ചു. വിശുദ്ധി ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. ദൈവകുമാരൻ്റെ വളർത്തുപിതാവ് എന്നുള്ള കാരണത്താൽ ഈശോയുമായി അഗാധമായ ഐക്യം സംസ്ഥാപിതമായി. ഉപസ്ഥിതി ബന്ധത്തിൻ്റെ മണ്ഡലത്തിലാണ് വിശുദ്ധ യൗസേപ്പ് ജീവിച്ചത്. ദൈവമാതാവിനോടും ദൈവകുമാരനോടും കൂടിയുള്ള ജീവിതം. ഈശോ മിശിഹ നമ്മെ ദൈവവുമായിട്ട് ഐക്യപ്പെടുത്തുന്ന കൂദാശയാണെന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാരുടെ അഭിമതം. വിശുദ്ധ യൗസേപ്പ് നിരന്തരം ഈശോയോടു കൂടിയും ഈശോയിലും ഈശോയ്ക്കും വേണ്ടിയാണ് ജീവിച്ചത്. തന്നിമിത്തം ദൈവകുമാരൻ്റെ അനന്തമായ വിശുദ്ധിയിലും വിശുദ്ധ യൗസേപ്പ് ഭാഗഭാക്കായി. വിശുദ്ധ യൗസേപ്പ് അധ്വാനത്തിലൂടെയാണ് ദൈവകുമാരനെ പോറ്റിയത്. ഈശോ വിശുദ്ധ യൗസേപ്പിനെ അനുസരിച്ചിരുന്നു. കൂടാതെ നമ്മുടെ പിതാവ് മാർ യൗസേപ്പ് വിശ്വകർമാവിൻ്റെ തൊഴിലാണ് ചെയ്തിരുന്നത്. ആ തൊഴിൽ അദ്ദേഹം ദിവ്യകുമാരനെയും അഭ്യസിപ്പിച്ചിരുന്നു. ഇപ്രകാരം മനുഷ്യനായി അവതരിച്ച നിത്യവചനത്തിന് വിശുദ്ധ യൗസേപ്പിനോട് വലിയൊരു കടപ്പാടുണ്ട്. എൻ്റെ നാമത്തിൽ ഒരു പാത്രം പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കുന്നവന് അവൻ്റെ പ്രതിഫലം നഷ്ടമാവുകയില്ല എന്ന് ഈശോ അരുളി ചെയ്തിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ യൗസേപ്പിന് ഈശോ മിശിഹ എത്രമാത്രം ദാനങ്ങളും വരങ്ങളും നൽകിയിരിക്കണം. വിശുദ്ധ യൗസേപ്പ് ഇപ്പോഴും പിതൃസഹജമായ അധികാരത്തോടുകൂടി തന്നെ ഈശോ മിശിഹായോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നു. അതിനാൽ വിശുദ്ധ യൗസേപ്പിനെ നമ്മുടെ പ്രത്യേക മധ്യസ്ഥനായി വണങ്ങുന്നത് യുക്തമത്രേ. സംഭവം: സാമാന്യം ധനസ്ഥിതിയിലുള്ള ഒരു സ്ത്രീ തൻ്റെ സമ്പാദ്യമെല്ലാം ചെലവ് ചെയ്ത് ഏകമകനെ പഠിപ്പിച്ചു. മകൻ ഉന്നത ബിരുദങ്ങൾ സമ്പാദിച്ചുവെങ്കിലും എന്തെങ്കിലും ഉദ്യോഗം ലഭിക്കുവാൻ കഴിയാതെ വന്നതിൽ നിരാശനായി തീർന്നു. 2-3 വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ആ കുടുംബം തികച്ചും നിർധനാവസ്ഥ പ്രാപിച്ചു കഴിഞ്ഞു. ഇനി താൻ ഒരിക്കലും വീട്ടിലേക്കും വരികയില്ല എന്ന് പറഞ്ഞ് ആ യുവാവ് വീട് വിട്ടിറങ്ങിപ്പോയി. ദിവസങ്ങൾ കഴിഞ്ഞു. പുത്രനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാതെ ക്ലേശിച്ച അമ്മ വിശുദ്ധ യൗസേപ്പിൻ്റെ നാമത്തിലുള്ള സുപ്രസിദ്ധമായ ഒരു ദേവാലയത്തിൽ കയറി ആ പുണ്യവാനോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ജോലിയില്ലാതെ പട്ടിണി കിടന്ന യുവാവും അതേസമയം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു ധനിക കുടുംബത്തിൽ ചെന്ന് യാചിച്ചു. അയാൾക്ക് യാതൊന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല, അയാളെ ആ വീട്ടുകാർ ഉപദ്രവിച്ച് ഇറക്കിവിട്ടു. യാതൊരു ആശ്രയവുമില്ലാതെ കണ്ണുനീരോടെ അയാൾ ഗേറ്റ് കടന്നിറങ്ങുമ്പോൾ ഭംഗിയായി വസ്ത്രം ധരിച്ച നല്ലൊരു ബാഗും പിടിച്ച് ഒരു യുവാവ് കടന്നു വരുന്നു. അവൻ സൂക്ഷിച്ചു നോക്കി. കോളേജിൽ തന്നോടൊപ്പം പഠിച്ച കൂട്ടുകാരൻ. ആ ധനിക കുടുംബത്തിലെ ഏക അവകാശിയാണ് അയാൾ. ദൂരസ്ഥലത്ത് ഉദ്യോഗമുള്ള അയാൾ അവധിക്ക് വീട്ടിൽ വന്നതാണ്. നിരാലംബനായ തൻ്റെ സഹപാഠിയുടെ കഥ കേട്ടപ്പോൾ അയാൾ വ്യസനിച്ചു. തൻ്റെ വീട്ടുകാർ അവനോട് ചെയ്ത ദ്രോഹത്തിന് മാപ്പ് ചോദിച്ച് എന്ന് മാത്രമല്ല, പിന്നീട് അഭ്യസ്തവിദ്യനും
തൊഴിൽ രഹിതനുമായ തൻ്റെ സഹപാഠിക്ക് ഒരു നല്ല ജോലി സമ്പാദിച്ചു കൊടുക്കുകയും ചെയ്തു. ജപം. ദേവകുമാരൻ്റെ വളർത്തു പിതാവായ വിശുദ്ധ യോസേപ്പേ, അങ്ങേക്ക് ഈശോ മിശിഹായുടെ മേലുള്ള അധികാരം എത്ര അത്ഭുതാവഹമാണെന്ന് ഞങ്ങൾ ഗ്രഹിക്കുന്നു. പുണ്യപിതാവേ, അങ്ങ് ആഗ്രഹിക്കുന്നതൊന്നും ഈശോ മിശിഹ നിരസിക്കുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം. ആയതിനാൽ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ പൂർണ്ണമായി അനുകരിക്കുവാനും ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് ഈശോയോടുകൂടിയും ഈശോയ്ക്ക് വേണ്ടിയും എല്ലാം പ്രവർത്തിച്ചതുപോലെ ഞങ്ങളും എല്ലാം ഈശോയ്ക്ക് വേണ്ടി ചെയ്യുവാൻ പ്രാപ്തരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തലമേനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശുദ്ധ സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനനിയുടെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദേവകുമാരന്റെ വളർത്തു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിരക്തനായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിവേകിയായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാധീരനായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം അനുസരണയുള്ള വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിശ്വസ്തനായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകളുടെ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർഭാഗ്യരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭർത്താവായി മാറിയ യോസേപ്പിനെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ ദൈവമേ, ഭൂമിയിൽ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധൻ സ്വർഗത്തിലും ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുവാൻ കൃപയുണ്ടാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ മാറിയ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യോസേപ്പ് പിതാവിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം. നീതിമാനായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിമാനായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിമാനായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.